സ്നേഹം ആരോടാണെങ്കിലും അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചേതൻ ഭഗത് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ലൈഫിൽ നടന്ന ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അദ്ദേഹത്തെ അത്രയും മനസ്സിലാക്കിയ ഒരു കൂട്ടുകാരി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തെ അത്രത്തോളം മനസ്സിലാക്കിയ ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ളത്. അത്രയേറെ അദ്ദേഹം ആ പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലെ വല്ല തിരക്കുകളും വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ആ കൂട്ടുകാരിയെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല. ഡിഗ്രി ഫൈനൽ ഇയർ എത്തിയപ്പോൾ ഒരു പ്രത്യേകതരം അസുഖം വന്ന് ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. ഇത്രയും വലിയ എഴുത്തുകാരനായിരുന്നിട്ട് പോലും ചേതൻ ഭഗത് പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പെൺകുട്ടിയെ കൂടുതൽ പരിഗണിക്കണമായിരുന്നു, എൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കണമായിരുന്നു, സ്നേഹിക്കണമായിരുന്നു, എങ്കിൽ എൻ്റെ ജീവിതം കൂടുതൽ മനോഹരമായേനെ എന്ന്. നമ്മളും പലരെയും സ്നേഹിക്കാറുണ്ട്. ചിലപ്പോൾ അത് പാരൻ്റൽ ലവ് ആവാം, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രണയമാവാം, സൗഹൃദമാവാം, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചിലരുള്ളപ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല. അവരില്ലാതാവുമ്പോഴാണ് അവർ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ നമ്മുടെ ലൈഫിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും അവർ നമ്മുടെ ലൈഫിലെ റോൾ എന്തായിരുന്നെന്നും നമുക്ക് മനസ്സിലാവും. ആ ഒരാൾ ലൈഫിൽ നിന്ന് പോയതിന് ശേഷം വരുന്ന തിരിച്ചറിവുകൾ കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാവില്ല. കൂടെയുള്ളപ്പോൾ പരിഗണിക്കുക, ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക.